ഞാൻ ഇവരുടെ അടുത്ത് കയറി ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ചു അന്ന് തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു കണ്ണിച്ചോറയില്ലാതെ പറ്റിക്കുന്ന നാറിയായവൻ അന്ന് അമ്മാതിരി നെറുകേടാണ്. നേരാണോടെ നീ പറഞ്ഞത്? എന്നെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. നിങ്ങൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. നിങ്ങൾ എന്നെ പൂർണ്ണ അർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത്? എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. 10 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് നടക്കുന്ന കാര്യമല്ലും പറയടാ. എനിക്ക് 5 പൈസ തരണ്ട. ഇങ്ങോട്ട് ചെയ്തു തന്നതൊക്കെ മറന്നിട്ടില്ലെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ചെയ്തു കൊടുക്കും. പോസ്റ്റർ എന്റേതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. ദിനേശ, അതിമോഹമാണ് അതിമോഹം. അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ തേച്ചല്ലേ. എനിക്ക് ചെലവായ പൈസ ഇവർ എനിക്ക് തിരിച്ചു തന്നു. ആടിക്കളിക്കുന്ന മനസ്സാണല്ലോ മാർക്കൊക്കെ. നമ്മൾ പുറത്തു നിന്ന് പഴികൾ കേട്ടോണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന പഴി കേൾക്കുന്നു. തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായം ഉണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ?